ഇഷ്ടപ്പെട്ടവരുടെ കമന്റ്സ് ആണ് എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നത്. കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച വരുന്ന അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസാരം വരുന്ന അവർ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി പറയില്ല. ഈ ഒരു പെൺകുട്ടിയെ പലർക്കും ഇതിനോടകം അറിയാമായിരിക്കും. പേര് നൈനിഷ. എന്തിനാണ് ഈ പെൺകുട്ടിയുടെ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഓൺലൈൻ മീഡിയയിൽ ഒരു തലതെറിച്ചവന്റെ ഒരു ഇന്റർവ്യൂ വന്നിരുന്നു. ഞാൻ കുളിസീൻ കാണാൻ പോകുന്നോ, കുളിസീൻ കാണാൻ വേണ്ടി വേറൊരുത്തിനെ വിളിച്ചോണ്ട് പോകുന്നോ, അങ്ങനെ മറ്റുള്ള പെൺകുട്ടികളുടെ കുളിസീൻ കാണാൻ പോയതിന്റെ പേരിലാണ് നാട്ടുകാരെല്ലാം കൂടെ എന്നെ അവിടുന്ന് ഓടിച്ചു വിട്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതും അവൻ ചെയ്ത തെറ്റ് വലിയ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ വന്നിരുന്നു. അതിന് ഈ കുട്ടി ആങ്കർ ആയിരുന്നു ആ ഷോയുടെ. ഈ കുട്ടി അവനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, അതായത് അവൻ കുളിസീൻ കാണാൻ പോയപ്പോൾ എങ്ങനെയാണ് നീ കാണാൻ പോയത്, എങ്ങനെയായിരുന്നു പരിപാടി, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് പോയത്, കാണാനൊരു ത്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആ ഒരു ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒരുത്തൻ കുളിസീൻ കാണാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ച ഈ അവതാരകയാണ് ഇപ്പോൾ ഒരു മാപ്പ് പറച്ചിലുമായിട്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു പങ്കുവച്ചിരിക്കുകയാണ്. എന്തായാലും ഈ മാപ്പ് പറച്ചിലിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സ്ത്രീയുടെ നഗ്നത കാണാൻ വേണ്ടി അവൻ പോയി, ഒരു സ്ത്രീയുടെ അല്ല പല സ്ത്രീകളുടെയും കാണാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ ആയിരുന്ന താങ്കൾ അവിടെ ചിരിച്ചുകൊണ്ടിരുന്ന അവനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഇതിൻ്റെ അകത്ത് മാപ്പ് പറയുന്നതിനകത്ത് പലയിടത്തും പറയുന്നുണ്ട് എനിക്കപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന്. താങ്കൾ ഒരു സ്ത്രീയല്ലേ? സ്ത്രീകളെ ഒരുത്തൻ ഒരു ഓൺലൈൻ മീഡിയയിൽ വന്നിരുന്ന് അപമാനിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കണമെന്നാണോ താങ്കൾ പഠിച്ചിട്ടുള്ളത്? അല്ല, ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണോ അറിയാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊക്കെ വന്ന് പറയുന്നുണ്ട്. എനിവേ, മാപ്പ് പറച്ചിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ സോറി പറയാൻ വൈകിപ്പോയെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു 10-200 ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടില്ലെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. മാനസികമായി ഞാൻ വളരെയധികം തകർന്നു പോയി. ഇപ്പോഴും ഞാൻ അതിന്ന് റിക്കവർ ആയി എന്നല്ല, എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂവില് അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി. അതൊരിക്കലും ഞാൻ ന്യായീകരിക്കുകയല്ല. എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല. അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ ഞാൻ ഒരു കുളിസീനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമില്ല. നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ്, എന്റെ വീട്ടിലും സ്ത്രീകളുണ്ട്, എനിക്കിനി ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായിപ്പോയി. അതായത് ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എന്നോട് തന്നെ തോന്നാറുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമിൽ അതിനെതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല. ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പൊ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി. ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി. അപ്പൊ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ മാപ്പ് ചോദിക്കാം. നല്ല കാര്യം, തനിക്ക് തെറ്റ് പറ്റി എന്ന് വന്ന് അംഗീകരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. എനിക്ക് മനസ്സിലാവാത്തത് പല സോഷ്യൽ മീഡിയയിലുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞതിന് ശേഷം പലരും വന്നിരുന്നു മാപ്പ് പറഞ്ഞു കാണാം. എനിക്കറിയാത്തത് ഈ ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് ഇത് തെറ്റായിരുന്നു, ഞാൻ ചെയ്യാൻ പോകുന്നത് തെറ്റാണ്, അവൻ പറയുന്നത് തെറ്റാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്തവരാണോ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാര്? പലരും ഇമാതിരി തെറ്റുകളൊക്കെ ചെയ്തിട്ട് അത് നാട്ടുകാരെടുത്ത് പൊങ്കാല ഇട്ടതിന് ശേഷം ഞാൻ ചെയ്തത് തെറ്റായി പോയി, എനിക്ക് തിരിച്ചറിവുണ്ടായി എന്ന് വന്ന് പറയുന്നത് കേൾക്കാം. ഇവർക്കൊന്നും ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് തെറ്റാണെന്നോ പറയാൻ അറിയാത്ത ആൾക്കാരാണോ? അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ ബോധമില്ലാത്ത ആൾക്കാരാണോ? നാട്ടുകാരെടുത്ത് പൊങ്കാല ഇടുമ്പോൾ മാത്രം ഇനി ഇതൊക്കെ തെറ്റാണ് എന്ന് തോന്നുന്നതാണോ? എനിക്കറിയാൻ മേലത്തോണ്ട് ചോദിക്കുകയാണ്. ചെയ്തത് തെറ്റായി പോയി എന്ന് തുറന്നു പറയാൻ ഒരു മനസ്സ് കാണിച്ചു, അത് തന്നെ വലിയൊരു കാര്യം. കാരണം പല ആൾക്കാരും അതുപോലും കാണിക്കാറില്ല. നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ടെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്റർവ്യൂസ് ഇഷ്ടപ്പെട്ടവരുടെ കമന്റ്സ് ആണ് എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നത്. കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച വരുന്ന അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസാരം വരുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി പറയില്ല. ആ ആൾ പറഞ്ഞപ്പം അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോടുകൂടി ഞാൻ അതിനെ എടുത്തു. അത് ഞാൻ പറഞ്ഞു, ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഒരു ദേഷ്യവും വെറുപ്പും തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നിയവരോടൊന്നും എനിക്കൊരു പരാതി ഇല്ല, ഒരു സങ്കടമല്ലാതെ വേറെ ഒന്നും എനിക്കില്ല. അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഒരിക്കൽ കൂടി ഒരു കാര്യമേ പറയാനുള്ളൂ, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സ്ത്രീയല്ല. ആരെയും മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാത്തതോ ആയിട്ടുള്ള ഒരു സ്ത്രീയൊന്നുമല്ല ഞാൻ.
എന്റെ തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതായത് എനിക്ക് എന്റേതായിട്ടൊരു സ്റ്റൈൽ തന്നെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. അതന്നെ ഞാൻ അതിനോടൊക്കെ കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പം ആരും വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സോറി പറയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്റെ ആ ഒരു ഇന്ററാക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ക്ഷമിക്കണം. സോറി. ആർക്ക് ബുദ്ധിമുട്ട് വന്നെങ്കിൽ ക്ഷമിക്കണമെന്ന്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. അവൻ ചെയ്ത തെണ്ടിത്തരങ്ങളെ നിങ്ങളെല്ലാവരും കൂടി ചിരിച്ചു തള്ളുമ്പോൾ അതിനെ നോർമലൈസ് ചെയ്യുന്നു എന്നേ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതായത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മീഡിയയിലൂടെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. പിന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തോ വിഷമം വന്നതുകൊണ്ട് വന്ന് സോറി പറയുന്നു എന്നൊക്കെ പോലെയുണ്ട് നിങ്ങൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ. അല്ല, നിങ്ങൾക്ക് തോന്നിയിട്ടല്ലേ ഇത് പറയുന്നത്? പിന്നെ എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, ഒരു ഇന്റർവ്യൂ ചെയ്തതിനു ശേഷം അന്ന് തന്നെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയില്ലല്ലോ. ഒരു ദിവസമോ 2 ദിവസമോ കഴിഞ്ഞിട്ടൊക്കെയല്ലേ അതിന്റെ വൈറൽ ക്ലിപ്പുകൾ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ വീഡിയോ ഫുൾ എഡിറ്റ് ചെയ്ത് ഔട്ട് ചെയ്യുന്നത്. അപ്പോഴൊന്നും അവൻ പറഞ്ഞത് തെറ്റാണെന്നോ അതിന് ഞാൻ പ്രതികരിച്ചത് തെറ്റാണെന്നോ ഒന്നും നൈനിഷയ്ക്ക് തോന്നിയില്ലേ? ഈ വീഡിയോ ഔട്ട് വന്നതിന് ശേഷം, അതായത് വീഡിയോ എഡിറ്റ് ചെയ്ത് അവന്മാർ ഔട്ട് ചെയ്തപ്പോഴാണ് നൈനിഷയ്ക്ക് തോന്നിയത്. അത് എപ്പോഴും തോന്നിയില്ല. നാട്ടുകാർ കണ്ടിട്ട് പറയാൻ തുടങ്ങിയപ്പോഴാണ് നൈനിഷയ്ക്ക് തോന്നിയത് തെറ്റായിപ്പോയല്ലോ എന്ന്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? കാണുന്ന നാട്ടുകാർ പൊട്ടന്മാരാണെന്നോ? സോറിയൊക്കെ പറഞ്ഞു, സമ്മതിക്കുന്നു. ഇതെന്റെ ഒരു ചോദ്യമാണ്. ഒരു വീഡിയോ, താങ്കൾ ഒരു ഇന്റർവ്യൂ ചെയ്തു, അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ മിനിമം 1 ദിവസമെങ്കിലും പിടിക്കും. അതിന്റെ ഇടയിൽ ഒന്നും നൈനിഷയ്ക്ക് ഇത് തെറ്റായി പോയി, ഞാൻ അവിടെ ചിരിക്കാൻ പാടില്ലായിരുന്നു, അവൻ പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ന് നൈനിഷയ്ക്കോ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടിരുന്ന ആൾക്കാർക്കോ എഡിറ്റർക്കോ ഒന്നും തന്നെ തോന്നിയില്ലേ? ഇതെന്താണ്, കാണുന്ന ആൾക്കാർ മണ്ടന്മാരാണോ? എന്തായാലും ഇങ്ങനെ മാപ്പ് വന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം മറക്കും എന്ന് വിചാരിക്കരുത്. തലയ്ക്കകത്ത് ആൾതാമസമുള്ള കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട്. അവർക്കിത് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് അത് എഡിറ്റ് ചെയ്യാൻ കുറെ സമയമെടുക്കും. അത് കഴിഞ്ഞിട്ടേ അതിന്റെ ഔട്ട് വരികയുള്ളൂ. ആ എഡിറ്റ് ചെയ്ത ആൾക്കാർക്കോ വീഡിയോ ഷൂട്ട് ചെയ്ത ആൾക്കാർക്കോ അത് എഡിറ്റ് ചെയ്ത് ഔട്ട് വരുന്നതിന് മുമ്പ് അത് കാണാനിരുന്ന ആൾക്കാർക്കോ അവനിത് പറഞ്ഞു കഴിഞ്ഞ് ചിരിച്ചു കഴിഞ്ഞിട്ട് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അതിന്റെ ഔട്ട് വരുന്നത്. അപ്പോഴൊന്നും നൈനിഷയ്ക്ക് ഇത് തോന്നിയതേ ഇല്ലേ? എനിവേ, നൈനിഷ വന്ന് മാപ്പ് പറഞ്ഞതൊക്കെ അംഗീകരിക്കുന്നു. പക്ഷെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ചവെള്ളം പോലെ വിഴുങ്ങാൻ കഴിയുകയില്ല. ഇനി ഇതുപോലത്തെ തന്നെ മറ്റൊരു ഇന്റർവ്യൂവർ ഇമാതിരി ഒരു ഊളച്ചോദ്യം ഒരു ഗസ്റ്റിനോട് ചോദിക്കുന്ന നമുക്ക് കേൾക്കാം. എനിക്ക് അറിഞ്ഞൂടാ, ആ ചോദ്യങ്ങൾ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് ചോദിക്കാൻ പോകുമ്പോഴോ പോലും ഇവരുടെ ഒന്നും തലയിൽ ആൾതാമസമില്ലേ? മന്ദബുദ്ധികളാകുമോ ആ സമയത്ത്? ആ ചോദ്യവും ഉത്തരവും നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ആദ്യ കൺമണിയുടെ വിടപറച്ചിൽ ഇന്നും എല്ലാ സന്തോഷങ്ങൾക്കും തിരശീല വീഴ്ത്തുന്ന ഒന്നാണ്. True. അതെന്തിനാ അതിനെ കുറിച്ച് പറയുന്നേ? That's really hurting. I'm so sorry ചേച്ചി. I didn't know. It's okay. നമുക്ക് skip. കണ്ടോ, ഇത് രമ്യ എന്ന് പറഞ്ഞ ആങ്കറാണ്. എന്ത് തെണ്ടിത്തരമാണ് ആ ചോദിക്കുന്നത്? ആ ചോദ്യം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ചോദിക്കാൻ പോകുന്നതിന് മുമ്പോ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണോ എന്ന് ചിന്തിക്കാനുള്ള വിവേകമില്ലാത്ത മന്ദബുദ്ധികളാണോ ഓൺലൈൻ മീഡിയയിലെ ആങ്കർമാര്? നൈനിഷയും ഇപ്പൊ വന്ന് പറയുന്നത് അതൊക്കെയാണ്. അപ്പൊ ചോദിച്ചപ്പോ എനിക്കൊന്നും ഓർത്തില്ല, ഞാൻ കണ്ടില്ല, ഞാൻ അപ്പൊ അങ്ങനെ പ്രതികരിച്ചു പോയി, എന്റെ തെറ്റാണ്. ഇത് ചോദിച്ചു കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്ത് ഔട്ട് വരുന്നത്. അപ്പോഴൊന്നും നൈനിഷയുടെ മൈൻഡിലൂടെ ഇത് പോകുന്നില്ല. നാട്ടുകാർ കണ്ടിട്ട് കുറ്റം പറയാൻ തുടങ്ങിയപ്പോഴാണ് നൈനിഷയുടെ മൈൻഡിൽ ഇത് വന്നത്. നമ്മൾ വേണ്ടി വന്നു നൈനിഷയ്ക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് വന്നിട്ട് കരഞ്ഞു കാണിക്കുമ്പോൾ ക്ഷമിച്ചു കൊടുക്കുന്ന കുറെ പേരുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാൾ മാത്രമല്ല, പല ഇന്റർവ്യൂ ചെയ്യുന്ന പല ആൾക്കാരും ഈ മാതിരി പരിപാടികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊക്കെ ഒരു അവസാനം എന്ന് വരുമോ എന്തോ.